ദേവമംഗള അസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. അശ്വതി നാളിൽ ഓരോ ആഴ്ചയിലും ജനിച്ചാലുള്ള ചില പ്രത്യേക ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. അശ്വതി നാളിൻ്റെ പൊതുവായ ഫലങ്ങളോടൊപ്പം തന്നെ ഓരോ ആഴ്ചയിലും ജനിച്ചാൽ ഈ സ്വഭാവ സവിശേഷതകൾ കൂടി അവരിൽ കാണാൻ കഴിയും. ഞായറാഴ്ച അശ്വതി നാളിൽ ജനിച്ചാൽ അവർ നല്ല കാര്യസാമർഥ്യമുള്ളവരും നല്ല ധൈര്യമുള്ളവരും ഉത്സാഹശീലരും ദാനധർമാദികൾ ചെയ്യുന്നതിൽ താൽപ്പര്യമുള്ളവരും അഭിമാനികളും പ്രഭുത്വമുള്ളവരും നല്ല ഭംഗിയേറിയ എന്ന ഇളം ചുവപ്പ് നിറത്തോടുകൂടിയ കണ്ണുകൾ ഉള്ളവരുമായിരിക്കും. തിങ്കളാഴ്ച അശ്വതി നാളിൽ ജനനമായാൽ നല്ല ഐശ്വര്യപുഷ്ടിയും ശാന്തശീലവും ബുദ്ധിവൈഭവമുള്ളവരും സുഖദുഃഖങ്ങളിൽ സമബുദ്ധിയും നല്ല ദേഹകാന്തിയുള്ളവരും ഏതു കാര്യത്തിലും താൽപ്പര്യമുള്ളവരും ദീനദയാലുക്കളുമായിരിക്കും. ചൊവ്വാഴ്ച ദിവസം അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ദേഹശക്തിയുള്ളവരും നിത്യതാരുണ്യമുള്ളവരും ക്രൂരതയും സാഹസികതയുള്ളവരും വക്രബുദ്ധിയും കലഹപ്രിയരും പട്ടാളം, പോലീസ് എന്നിവയിൽ ഉദ്യോഗം ലഭിക്കാൻ സാധ്യത കൂടുതലായിട്ടുള്ളവരും ആയിരിക്കും. ബുധനാഴ്ച ദിവസം അശ്വതി നാളിൽ ജനിച്ചാൽ പ്രിയമായി സംസാരിക്കുന്നവരും സ്നേഹമുള്ളവരും ഗുരുജനങ്ങളെയും മാതാപിതാക്കളെയും മുതിർന്നവരെയും ബഹുമാനിക്കുന്നവരും പാണ്ഡിത്യവും സൽബുദ്ധിയുമുള്ളവരും ഗണിതം, സാഹിത്യം ഇവയിലൊക്കെ പ്രസിദ്ധി നേടാൻ കഴിവുള്ളവരോ ഈ മേഖലയിൽ തൊഴിൽ ചെയ്യാൻ പ്രാപ്തരോ ആയിരിക്കും. വ്യാഴാഴ്ച ദിവസം അശ്വതി നാളിൽ ജനിക്കുന്നവർ ഉന്നത വിദ്യായോഗമുള്ളവരും വിവേകവും ബുദ്ധിശക്തിയുള്ളവരും മാന്യമായി പെരുമാറുന്നവരും സമ്പത്തുള്ളവരും മതാത്മകമായ ബുദ്ധിയുള്ളവരും ഉയർന്ന പദവിയിൽ ജോലി നേടുന്നവരും കീർത്തിയും അംഗീകാരവും തേടിയെത്തുന്നവരുമായിരിക്കും. വെള്ളിയാഴ്ച ദിവസം അശ്വതി നാളിൽ ജനിക്കുന്നവർ നല്ല ദേഹകാന്തിയും സംഭാഷണ ചാതുര്യമുള്ളവരും കാമാസക്തി കൂടുതലുള്ളവരും ചഞ്ചല മനസ്കരും ആസ്തിക ബുദ്ധി കുറഞ്ഞവരും കച്ചവടത്തിലും കൃഷിയിലും വളരെ ശോഭിക്കുന്നവരുമായിരിക്കും. ശനിയാഴ്ച ദിവസം അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ പരാക്രമശീലമുള്ളവരും സ്ഥിരബുദ്ധിയും കഠിന മനസ്സും അലസതയുമുള്ളവരും കീഴോട്ട് നോക്കി സംസാരിക്കുന്നതും ബന്ധുക്കളോട് വിരോധം പുലർത്തുന്നവരും അലസതയുള്ളവരും പ്രായക്കൂടുതലുള്ളവരുമായി സഹവസിക്കുന്നവരും അന്യരെ ആശ്രയിച്ച് ജീവിക്കുന്നവരുമായിരിക്കും. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതിയും ശുഭഭാവഗ്രഹങ്ങളുടെ സ്ഥിതിയും ദശാകാലവും അനുസരിച്ച് ചെറിയ ചില ഫലവ്യത്യാസങ്ങളും അനുഭവപ്പെട്ടേക്കാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവേ നമഃ.